നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ്. അപ്പൊ ആദ്യം ഇതിലേക്ക് ശർക്കര പാനിയാണ് ചെയ്തെടുക്കുന്നത്. 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് മാറ്റാം കേട്ടോ. തണുത്ത് കിട്ടണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് കിസ്മിസ് ഒന്ന് വറുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് സെയിം ആ ഒരു നെയ്യിൽ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് ഒരു 3/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് 1 കപ്പ് അളവിൽ അവിലും കൂടി ചേർത്ത് ഇതുപോലെ കളർന്ന് ചേഞ്ച് ആവുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മൈസൂർ പൂവൻ പഴമാണ്. ഒരു പാളയംകുടം പഴം ഉണ്ടല്ലോ, നല്ലപോലെ പഴുത്തത് ഒരു 4 എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഒരു അവലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1.5 കപ്പ് അളവിൽ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ശർക്കര പാനി നല്ലപോലെ തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അങ്ങോട്ട് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സോഡാപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, കുറച്ച് ഏലക്ക, കുറച്ച് മാത്രം ഉപ്പ് ടേസ്റ്റിന് ബാലൻസ് ചെയ്യാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പാലായിട്ട് ഒരു 1/2 കപ്പിന് അടുത്ത് പാലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റവ ആയതിന് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. സോക്കായി ഒന്നുകൂടി തിക്കായി വരും. എന്നിട്ട് കുറച്ചുകൂടി നമ്മൾ ഒരു വറുത്തെടുത്ത റൈസിൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് കട്ടിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്റ്റീൽ ബൗളോ ഒക്കെ എടുത്താലും മതി കേട്ടോ. നെയ്യൊന്ന് തടകിയിട്ട് എടുത്താലും മതി. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പഴവും അവലും തേങ്ങയും എല്ലാം കൂടി ചേർന്നിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്